വെൽക്കം ബാക്ക് ടു സെനി ടോക്സ്. ഞാൻ സെനി റമീത്തിലെ. ഒരു മകൻ അമ്മയ്ക്ക് വേണ്ടി ഒരു ചെറിയ വീട് വെച്ച് നൽകി. ചെറിയ അമ്മക്ക് തനിച്ച് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വീട് വെച്ച് നൽകി. അത് ഇന്ത്യ ആർക്കിടെക്ചർ ആ വീടിന്റെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിന്റെ മെസ്സേജ് ബോക്സിൽ ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നേ. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 80% മെസ്സേജുകൾ എന്തിനാണ് ബ്രോ അമ്മയെ തനിച്ചു വിടുന്നത്, പ്രായമായ മാതാപിതാക്കൾക്ക് മക്കളുടെ കൂടെ താമസിക്കാനാണ് താല്പര്യം, മക്കളുടെയും കൊച്ചുമക്കളുടെയും സാമീപ്യമാണ് അവർ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറ്റി താമസിക്കേണ്ട ആവശ്യമുണ്ടോ, സ്വന്തമായിട്ടൊരു വീടല്ല അമ്മക്ക് ആവശ്യം, മക്കളുടെ പ്രസൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കൂടുതൽ മെസ്സേജുകൾ ആ രീതിയിലാണ് വന്നത്. അപ്പോൾ ആ മെസ്സേജുകൾ കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം, നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം പല രീതിയിലുള്ള അമ്മമാർക്ക് തനിച്ച് താമസിക്കാൻ താല്പര്യമുള്ള അമ്മമാരും ഉണ്ടാവും. അതേപോലെ തന്നെ മക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം തനിച്ച് താമസിക്കാൻ താല്പര്യമില്ലാതെ അവരുടെയൊക്കെ പ്രസൻസിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ടാവും. പണ്ട് കാലങ്ങളിലൊക്കെ എപ്പോഴും പ്രായമായ അമ്മമാര് മക്കളുടെ കൂടെ തന്നെയാണ് അല്ലെ. പക്ഷെ ഇപ്പം കാലം മാറി, ജനറേഷൻസ് ഒക്കെ മാറി വരികയാണ്. അതേപോലെ തന്നെ നമ്മുടെ അമ്മമാരും അത്യാവശ്യം അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർക്ക് കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ അവർക്ക് അവരുടേതായ സന്തോഷങ്ങളിൽ ജീവിക്കാനാണ് ഒട്ടുമിക്ക ആളുകൾക്കും ആഗ്രഹം. മക്കളുടെ ഒന്നും ആരുടെയും നിയന്ത്രണമില്ലാതെ അവനവന്റെ സന്തോഷങ്ങളിൽ പ്രാർത്ഥനകളും അത്യാവശ്യം യാത്രകളും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാനാണ് ഇന്നത്തെ അമ്മമാർ ആഗ്രഹിക്കുന്നത് അല്ലെ. മുമ്പ് എന്തായാലും കുറച്ച് പ്രായമായ അമ്മമാര് മക്കളുടെ കൂടെ ആയിരിക്കും. ഒരു 70% അമ്മമാരും വീടുകളിൽ തളച്ചിടപ്പെട്ട അവസ്ഥയാണല്ലേ. ഒരു പ്രായം കഴിഞ്ഞാൽ ഹസ്ബൻഡൊക്കെ മരിച്ച അമ്മമാർ മാത്രമാകുമ്പോൾ വീടുകൾക്കുള്ളിൽ ഒതുങ്ങി പോവുകയാണ് അല്ലെ. കൂടുതലും അവർക്ക് വീട്ടിലെ പണികള്, കൊച്ചുമക്കളെ പരിപാലിക്കുക, അങ്ങനെ ഒരു വീട് ഒരു കാവൽക്കാരായി നിൽക്കുന്നത് പോലെയാണ് പല വീടുകളിലും അമ്മമാർ മുമ്പ് ഉണ്ടായിരുന്നത്. കൂടുതലും മക്കളുടെ കാര്യങ്ങള് അങ്ങനെ നോക്കി വീട്ടില് ഇങ്ങനെ യാന്ത്രികമായിട്ട് ജീവിച്ചു പോകുന്ന അമ്മമാരാണ് അല്ലെ. പക്ഷെ ഇപ്പോഴത്തെ അമ്മമാർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പഴയതുപോലെ അങ്ങനെ മക്കളുടെ കാര്യങ്ങളും മാത്രം നോക്കി വീട്ടിൽ ഒതുങ്ങി നിൽക്കാനൊന്നും ഇപ്പോഴത്തെ അമ്മമാർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴത്തെ അമ്മമാർ രണ്ട് രീതിയിലുള്ള ആളുകളും ഉണ്ടാവും. മിക്കവാറും കുടുംബത്തോടൊപ്പം മാത്രം ഇങ്ങനെ നിന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാവാം, തനിച്ച് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാവാം. എനിക്ക് മനസ്സിലായിട്ട് പലരും അങ്ങനെ പറഞ്ഞ് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അതേപോലെ നമുക്ക് പ്രായം കൂടി വരുന്നതിനനുസരിച്ച് പ്രഷർ, ഷുഗർ അങ്ങനെ നമ്മുടേതായ അസുഖങ്ങളും കൂട്ടിനുണ്ടാവുമല്ലോ. ആ സമയത്ത് പ്രഷറൊക്കെ കൂടുന്ന സമയത്ത് അവർക്ക് സൈലൻ്റായിട്ട് ഒരു പീസ്ഫുൾ ആയ അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാനാണ് ആഗ്രഹം തോന്നുള്ളൂ. കുട്ടികളുടെയും മക്കളുടെയും ഒക്കെ ബഹളങ്ങളിൽ ഡിസ്റ്റർബൻസ് ആവാതെ ഒതുങ്ങി ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒന്നിച്ചു നിൽക്കുമ്പോൾ കുട്ടികളുടെ ബഹളങ്ങള്, മറ്റുള്ള പ്രയാസങ്ങള്, വീട്ടിലെ പണികള് അതൊക്കെയും ഇവര് കൂടെ ഷെയർ ചെയ്യേണ്ട അവസ്ഥ വരും. ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട്, പ്രായത്തിൻ്റെതാവും ഹെൽത്ത് ഇഷ്യൂസുകൾ കൊണ്ടൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ അമ്മമാർ നമ്മളെ പോലെ അല്ല, അവരെയും പോലെയും മൊബൈലൊക്കെ യൂസ് ചെയ്ത് കുറച്ച് മൊബൈലൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടും കുറച്ച് ഈ മതപരമായ കാര്യങ്ങളൊക്കെ മൊബൈലിൽ കുറച്ച് കണ്ടും കേട്ടും കൂടുതൽ സമയം പ്രാർത്ഥനകളിലൊക്കെ മുഴുകി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അമ്മമാരാണ് അല്ലെ. അപ്പൊ അതില് കൂടുതൽ പേരും തനിച്ചവർക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അവർക്കൊട്ടും പറ്റാത്ത സമയത്ത് ഒറ്റക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റാത്ത സമയത്ത് ഒരു കൂട്ട് വേണം. അത് മക്കളുടെ പ്രസൻസ് ആവശ്യം തന്നെയാണ്. പക്ഷെ കൂടുതൽ അമ്മമാര് ഞാൻ വാച്ച് ചെയ്തെടുത്തോളം എനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോ. അതാണ് ശരിയും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരു ഏജ് വരെ ഭർത്താക്കന്മാരുടെ കാര്യങ്ങള്, മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി എപ്പോഴും ബിസി ആയിരിക്കും അല്ലെ. പിന്നെ ഒരു 50
ഈ പ്ലസ് ഒക്കെ ആകുമ്പോഴേക്ക് നമുക്ക് അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും. പിന്നെ നമ്മുടെ മക്കള് വിവാഹമൊക്കെ കഴിച്ച് അവരൊരു ഭാഗത്തായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമുക്ക് കുറച്ച് റെസ്റ്റ് കിട്ടുമെന്ന്. പക്ഷെ മിക്കവാർക്കും അങ്ങനെ പ്രത്യേകിച്ച് റെസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. മക്കളുടെ മക്കളായി അവരുടെ കാര്യങ്ങളും കൂടെ ആയി ആളായി ബഹളമായി. അപ്പോ അത്രത്തോളം റെസ്റ്റ് ഒന്നും അവർക്ക് എപ്പോഴും അവരിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ പല വീടുകളിലും ഇതേപോലെ റെസ്റ്റ് കിട്ടുന്ന അമ്മമാരും ഉണ്ടാവും കേട്ടോ. മക്കളും ഒക്കെ നിങ്ങളൊരു ജോലിയും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് മുഴുവൻ റെസ്റ്റ് കൊടുക്കുന്ന അമ്മമാരുമുണ്ട്. ചില അമ്മമാര് അങ്ങനെ റെസ്റ്റ് എടുക്കാൻ തയ്യാറല്ല എന്നുള്ളതുമാണ്. അവര് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട, മക്കൾക്കും എന്തെങ്കിലും ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ച് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മമാരുമുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. മുമ്പത്തെ പോലെയല്ല, എല്ലാവർക്കും ചേഞ്ചുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. കാരണം മുമ്പ് നമ്മുടേതായ സ്പേസില്ല, പിന്നെ മൊബൈൽ ഫോണിന്റെ ഒന്നും അത്ര ഇതില്ലല്ലോ. ഇപ്പൊ അത്യാവശ്യം ഏജ്ഡ് ആയ ആൾക്കാരൊക്കെ മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് ടൈം പാസിന് ഇപ്പം ഫോണും പിന്നെ അത്യാവശ്യം പ്രാർത്ഥനകളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്ക് അവരുടേതായ സമയം കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ സ്ത്രീകൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അപ്പൊ മക്കളെ വിവാഹമൊക്കെ കഴിഞ്ഞു, അവർക്ക് മക്കളൊക്കെ ആയി അവര് സെറ്റിലായി കഴിഞ്ഞാൽ അമ്മമാർക്കും അച്ഛന്മാർക്കും തനിച്ച് താമസിക്കുന്നതിനും കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് നിൽക്കുന്നതിലൊന്നും തെറ്റില്ല. അവർക്ക് അതാണ് ആവശ്യമെങ്കിൽ അത് ഡിപ്പെൻസ് അപ്പോൾ ഓരോ ആളുകളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ്. ഓരോ അമ്മമാർക്കും ഓരോരോ ആഗ്രഹങ്ങളാണല്ലോ. തനിച്ച് നിൽക്കാനും എൻജോയ് ചെയ്ത് ജീവിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ ഉള്ള സാഹചര്യങ്ങൾ മക്കൾ ഒരുക്കി കൊടുക്കുക. അതെല്ലാം മക്കളുടെ കൂടെ ജീവിച്ച് പോവാൻ ആഗ്രഹിക്കുന്ന, മക്കളുടെ പ്രസൻസിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ കൂടെ നിർത്തി സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതില് നമ്മൾ നോക്കേണ്ടത് ഏറ്റവും പ്രിഫറൻസ് അമ്മമാരുടെ താല്പര്യം എന്താണോ, അവരുടെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടത്തിന് നമ്മൾ പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. അവർക്ക് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അവർക്ക് ഒരു ചെറിയ വീട് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഉള്ള വീട് അവർക്ക് കൊടുത്തിട്ട് നമ്മൾ വേറെ വീട് വെച്ച് താമസിക്കുകയോ ചെയ്യുന്നതാവും ബെറ്റർ. അതല്ല മക്കളുടെ കൂടെ താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരെ നമ്മൾ കൂടെ നിർത്തി സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവര് തനിച്ച് താമസിക്കുന്നതെന്ന് വെച്ചിട്ട് പൂർണ്ണമായ മക്കളൊക്കെ അവരെ വിസിറ്റ് ചെയ്യുകയും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ഒക്കെ ചെയ്യുമല്ലോ. അതെല്ലാം ഒറ്റക്ക് സർവൈവ് ചെയ്ത് പോവാൻ പറ്റാത്ത സിറ്റുവേഷനിൽ മക്കൾ കൂടെ നിൽക്കുക എന്നുള്ളത്. അപ്പൊ അവരുടേതായ ഒരു ഫ്രീഡം, അവരുടേത് മാത്രമായ ഒരു സ്പേസിൽ അവർക്ക് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മക്കൾ അതാവും ചില അമ്മമാർക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ടാവും ചില മക്കൾ അമ്മമാർക്ക് സെപ്പറേറ്റ് വീട് വെച്ച് കൊടുക്കുന്നത്. പക്ഷെ അതൊരു തെറ്റായിട്ടോ അമ്മയെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു വീട് വെച്ച് ഒഴിവാക്കുന്നതോ ഒന്നുമല്ല. ആ രീതിയിൽ വിമർശിക്കേണ്ട ആവശ്യമില്ല. അമ്മമാർക്ക് എന്താണോ താല്പര്യം ആ താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമ്മൾ മക്കളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അമ്മമാരുടെ മനസ്സറിഞ്ഞ് അവരതുപോലെ അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. അല്ലാതെ അമ്മമാരെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു വീട് വെച്ച് കൊടുക്കുന്ന ഒരാൾക്ക് അമ്മയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് മാത്രമായിട്ട് അത്രയും പണം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് അമ്മയെ നോക്കുന്നതിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ അമ്മയുടെ ആഗ്രഹം അതായത് കൊണ്ടാവാം മകൻ അമ്മക്ക് വേണ്ടി സ്വന്തമായിട്ടൊരു വീട് വെച്ച് കൊടുക്കുന്നത്. അമ്മയുടെ ഫ്രീഡത്തിനനുസരിച്ച് ജീവിച്ചോട്ടെ എന്നുള്ളത് കൊണ്ട് അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു കമന്റിന്റെ ആ ഒരു വീഡിയോയുടെ കമന്റിംഗ് ബോക്സ് മൊത്തം ആളെ തെറി പറയുന്ന രീതിയിലായിരുന്നു. എന്തിനാണ് ബ്രോ നിങ്ങളുടെ പ്രസൻസ് അല്ലേ വേണ്ടത്, വീട് വെച്ച് കൊടുത്തിട്ട് എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കാലം മാറി, എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ മാറി, അമ്മമാരും മാറി. പഴയ അമ്മമാരും മുത്തശ്ശിമാരും ഒന്നുമല്ല ഇപ്പൊ. അവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്യാനും യാത്രകൾ ചെയ്യാനും കൂടുതൽ വായന നടത്താനും കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അമ്മമാരാണ്. മുമ്പ് ആഗ്രഹങ്ങൾ ഉണ്ടാവാം, പക്ഷെ അവർക്ക് നടക്കില്ല എന്ന് കരുതി മനസ്സിൽ ഇട്ടത് അങ്ങനെ വേണ്ടാന്ന് വെക്കുന്നതാവും. പക്ഷെ ഇപ്പോഴത്തെ എനിക്ക് പ്രായമായ അമ്മമാർ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും യാത്രകൾ ചെയ്യാനും അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവരുമാണ്, അതുപോലെ ചെയ്യുന്നവരുമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പഴയ പോലെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന
അമ്മമാരൊന്നും അല്ല ഇപ്പൊ എത്തിയത്. അവര് അങ്ങനെ എൻജോയ് ചെയ്യട്ടെ എന്ന് തന്നെയാണ്. ഒറ്റക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഒറ്റക്ക് നിൽക്കുക. അതല്ല, മക്കളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവര് മക്കളുടെ കൂടെ നിന്ന് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു.